ഹലോ എവരി വൺ വെൽക്കം ടു വിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ഡിസ്കഷൻ വീഡിയോ ആണ്. ഓൾറെഡി കുറച്ച് ടോപ്പിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതുപോലെ മൊഡ്യൂൾ 1 ആൻഡ് 2 മൊഡ്യൂൾ 5 അപ്ലോഡഡ് ആണ്. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ സെഷനിൽ KTU 8 മാർക്സ് ചോദിച്ച ഒരു എസ്എ ക്വസ്റ്റ്യന്റെ ഫുൾ സൊല്യൂഷൻ ആണ്. ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ. എപ്പോഴും മൊഡ്യൂൾ 2-ന് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈനിന്റെ ക്വസ്റ്റ്യൻസും സ്ഥിരം ചോദിക്കുന്നതാണ്. എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് അതിന്റെ ഫുൾ സൊല്യൂഷനിലേക്ക് പോവാം. Design an RC coupled amplifier for a gain of 200 given that VCC equals 15 volt and IC equals 3.2 milliampere and the required input impedance is 1.44 kilo ohm. Find lower cutoff frequency of the amplifier. Assume capacitor value approximately. ഇപ്പോൾ 8 മാർക്സ് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇപ്പം RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡിസൈൻ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയർ. RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രവും അതുപോലെ അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസിന്റെ യൂസും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഹൈബ്രിഡ് പാരാമീറ്റർ RE മോഡലിലേക്ക് അനാലിസിസ് വീഡിയോസും അപ്ലോഡ് ആണ്. അപ്പൊ ഇങ്ങനത്തുള്ള ഡിസൈൻ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അതിന്റെ ഡിസൈൻ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ അതിന്റെ കേസിൽ R1 R2 വോൾട്ടേജ് ഡിവൈഡഡ് ബയസിംഗ് സർക്യൂട്ട്. അതുപോലെ ഇവിടെ RC, ഇവിടെ എമിറ്ററിൽ RE, ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ CE. നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എമിറ്റർ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യും. ഇവിടെ VCC നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മളുടെ ഇൻപുട്ട് ബേസിന്റെ ക്രോസ് ഫെഡ് ചെയ്യും. ഇതാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് R1 R2 അതുപോലെ RC RE ഇതിന്റെയൊക്കെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഡിസൈനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ RC, ഈ കളക്ടറിന് അക്രോസ് ഉള്ള റെസിസ്റ്റർ, ദെൻ RE എമിറ്ററിന് അക്രോസ് ഉള്ള റെസിസ്റ്റർ, ദെൻ R1 R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ്, ബയസിംഗ് സർക്യൂട്ടിൽ വരുന്ന റെസിസ്റ്റേഴ്സ് R1 R2. ഈ റെസിസ്റ്റേഴ്സ് ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഡിസൈൻ ക്രൈറ്റീരിയ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജ് ക്വസ്റ്റിനകത്ത് 15 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ് വരുന്നത്. അപ്പം അതില് REക്ക് അക്രോസ് RCക്ക് അക്രോസ് 40% ഓഫ് VCC ഡ്രോപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ VCE എന്ന് പറയുന്നത് 30% ഓഫ് VCC. അതുപോലെ ഇനി വരുന്നത് എന്താണ് RE ആണ്. അപ്പൊ RE എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ 100% വരുന്നത്. അപ്പം 40-50 ആയി. REക്ക് അക്രോസ് ഡ്രോപ്പ് വരുന്നത് 10% ഓഫ് VCC ആണ്. അപ്പൊ ഇതാണ് ഒരു ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കളക്ടർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 40% ഓഫ് VCC. നമ്മുടെ ഔട്ട്പുട്ട് VCE എന്ന് പറയുന്നത് 50% ഓഫ് VCC. RE എന്ന് പറയുന്നത് 10% ഓഫ് VCC. അപ്പൊ ഇനി ഇതിൽ നമുക്ക് ഇത്രയും റെസിസ്റ്റൻസ് വാല്യൂ ആണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം RC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് IC വാല്യൂ തന്നിട്ടുണ്ട്. IC ഈക്വൽ ടു 3.2 മില്ലി ആംപിയർ എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം V ഈക്വൽ ടു IR ആണ്. നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെസിസ്റ്റർ ഇസ് ഈക്വൽ ടു ഇതെന്തൊരു V/I എന്ന് വരും. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് RC വാല്യൂ ആണ്. അപ്പോൾ RC ഈക്വൽ ടു V/I ആണ്. ഇപ്പം RCക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ഓഫ് VCC ആണ്. ദാറ്റ് ഈസ് 40% ഓഫ് VCC 15 ആണ്. അപ്പൊ 40% ഓഫ് 15 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 6 വരും. ഓക്കെ, 6 ഡിവൈഡഡ് ബൈ
ഇപ്പോൾ വി ബൈ ഐ ആണ്. ഐ എത്ര? ഐ 3.2 മില്ലി ആംബിയർ. 3.2 milli 10 raised to minus 3. Okay, so RC value will be 6 divided by 3.2 into 10 raised to minus 3. That is 1.8. 10 raised to മേൽ പോകുമ്പം 10 raised to plus 3 വരും. അപ്പോൾ അതിന് നമ്മൾ 10 raised to 3 നെ കിലോ എന്ന് പറയാം. RC റെസിസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പം ആർ സിയുടെ വാല്യൂ ഇപ്പം ഫസ്റ്റ് നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ ആർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് we will get it as 6 divided by 3.2 into 10 raised to minus 3, that is equal to 1.8 kilo ohm. അപ്പം ഈ ആർ സിയുടെ എങ്ങനെ ഫൈൻഡ് ചെയ്ത് മനസ്സിലായോ? അപ്പം ആർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ഓഫ് വി സി സി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആർ സി ഈക്വൽ ടു ഇപ്പം ഈ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40% ഓഫ് വി സി സി ആണ്. അപ്പം 40% ഓഫ് വി സി സി ഡിവൈഡ് ബൈ ഐ ഇവിടെ എന്താ ഐ സി, ദാറ്റ് ഈസ് 3.2 into 10 raised to minus 3. 40% ഓഫ് വി സി സി 15 ആണ്. 40% ഓഫ് 15 എന്ന് പറയുന്നത് 6 എന്ന് വരും. സോ 6 divided by 3.2 into 10 raised to minus 3, that is 1.8 കിലോ ഓം എന്ന് കിട്ടും നമുക്ക് ഫസ്റ്റ് ആർ സിയുടെ വാല്യൂ. ഇനി നെക്സ്റ്റ് ആർ ഇയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ആർ ഇ ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ഇ എന്ന് പറയുന്നത് 10% ഓഫ് വി സി സി ആണ്. സോ 10% ഓഫ് വി സി സി ഡിവൈഡഡ് ബൈ കറണ്ട്. ഇപ്പൊ ഇതിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആർ സി ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ ഐ സി വാല്യൂ 3.2 into 10 raised to minus 3 എടുത്തത്. ആർ ഇ എന്ന് പറയുമ്പോഴത്തേക്ക് വി ബൈ ഐ ആണ്. വി 10% ഓഫ് വി സി സി ഡിവൈഡ് ബൈ ഐ എന്ന് പറയുന്നത് ഐ ഇ ആണ്. കാരണം ആർ ഇയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഒരു അസംഷൻ എടുക്കാം. ഇപ്പം ഐ ബി നോർമലി ഒരു സ്മോൾ വാല്യൂ ആണ്. ഐ ബി സ്മോൾ വാല്യൂ ആണ് ഐ ബി എന്ന് പറയുന്നത്. ഈ സ്മോൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐ ഇ എന്തായിട്ട് എഴുതാം? ഐ ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആയിട്ട് എഴുതാം. അങ്ങനെ എഴുതിയത് ദാറ്റ് ഈസ് 10% ഓഫ് വി സി സി എത്ര? 15 ആണ്. 10% ഓഫ് 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഡിവൈഡ് ബൈ നമുക്ക് ഐക്ക് പകരം ഐ സി തന്നെ എഴുതാം. ഓക്കെ, ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആയതുകൊണ്ട് ഇവിടെ ഐ സിയുടെ വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് 3.2 into 10 raised to minus 3. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ 0.46 കിലോ ഓം എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഡിസൈനിൽ നമ്മൾ ആർ സിയുടെ വാല്യൂ ആർ ഇയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആർ വണ്ണും ആർ ടു ആണ്. അപ്പൊ ആർ വൺ ആർ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈസിങ് സർക്യൂട്ട് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഈ മോഡ്യൂൾ 1 വോൾട്ടേജ് ഡിവൈഡഡ് ബൈസിങ് സർക്യൂട്ട് പഠിച്ചായിരുന്നു. അതിൽ എങ്ങനെയാണ് ആർ വൺ ആർ ടു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ആ സിമിലർ മെത്തേഡാണ് നമ്മളിവിടെ ആർ വൺ ആർ ടു ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർ വൺ ആൻഡ് ആർ ടു ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്തുള്ള അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ഐ ബി എന്ന് എടുക്കും. അപ്പോൾ 1 ഐ ബി ബേസിൽ കൂടെ പോവും. ആർ ടുവിൽ ഫ്ലോ ചെയ്യുന്നത് റിമൈനിങ് 9 ഐ ബി ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആർ വൺ ആർ ടു ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഐ ബി ആണ്. 1 ഐ ബി ബേസിൽ കൂടെ പോവും. റിമൈനിങ് 9 ഐ ബി ആയിരിക്കും ആർ ടുവിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആർ വൺ ആർ ടു ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പം നമുക്ക് ആർ വൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആർ വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ആർ വൺ ഈക്വൽ ടു വോൾട്ടേജ്. ഇപ്പം വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വണ്ണിന്റെ കേസ് വരുമ്പോഴത്തേക്ക് വി ആർ വൺ വരും. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ആർ വൺ ഡിവൈഡ് ബൈ ഐക്ക് പകരം എന്ത് വരും? ഐ ആർ വൺ വരും. ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആർ വണ്ണിന്റെ വാല്യൂ കിട്ടും. ഇനി സിമിലർലി ആർ ടു ഈക്വൽ ടു എന്ത് വരും? വെരി ഗുഡ്, വി ആർ ടു ഡിവൈഡ് ബൈ ഐ ആർ ടു എന്ന് വരും. അപ്പൊ ഇനി നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ വൺ ഐ ആർ വൺ അതുപോലെ വി ആർ ടു ഐ ആർ ടു ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ എയിം. ഓക്കെ, ഇനി അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മൾ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം ഐ ആർ വൺ, അതായത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ആർ വൺ റെസിസ്റ്റർ. കറണ്ട് ഫ്ലോയിങ് ത്രൂ ആർ വൺ റെസിസ്റ്റർ 10 ഐ ബി എന്ന് എടുത്തായിരുന്നു. സോ ഐ ആർ വൺ ഈക്വൽ ടു 10 into
IB എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അതുപോലെ IR2 കറണ്ട് ത്രൂ R2 റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 IB ആയിട്ടാണ് എടുത്തത്. അപ്പൊ IR1 ഉം IR2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? IB യുടെ വാല്യൂ വേണം. അതിൽ ബീറ്റ ഈക്വൽ ടു IC ഡിവൈഡ് ബൈ IB ആണെന്ന് അറിയാം. ഓക്കെ, ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഇവിടെ വേണ്ടത് എന്താ? IB ആണ് വേണ്ടത്. സോ ഈ ഇക്വേഷനിൽ നിന്ന് IB ഈക്വൽ ടു എന്ത് എഴുതാം? IC ഡിവൈഡ് ബൈ ബീറ്റ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റിനകത്ത് ICയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3.2 മില്ലി ആംപിയർ. സോ 3.2 into milli 10⁻³ ഡിവൈഡ് ബൈ ഗെയിൻ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 എന്ന് തന്നിട്ടുണ്ട്. സോ ബീറ്റയുടെ വാല്യൂ 200 ആണ്. സോ 3.2 into 10⁻³ ഡിവൈഡ് ബൈ 200 that is equal to 0.16 മില്ലി ആംപിയർ എന്ന് കിട്ടും IBയുടെ വാല്യൂ. നമ്മൾ IB ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ IR1 എന്ന് വെച്ചാൽ 10 IB ആയിരുന്നു, IR2 എന്ന് വെച്ചാൽ 9 IB ആയിരുന്നു. അപ്പൊ IBയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IR1 ഈക്വൽ ടു 10 into IB. IBയുടെ വാല്യൂ 0.16 ഓക്കെ ഇൻറ്റു 10⁻³ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1.6 മില്ലി ആംപിയർ എന്ന് വരും IR1ന്റെ വാല്യൂ. ഇനി സിമിലർലി എന്ത് കണ്ടുപിടിക്കണം? IR2 ഈക്വൽ ടു 9 IB. 9 into IBയുടെ വാല്യൂ എത്ര? 0.16 into 10⁻³ that is equal to 1.4 മില്ലി ആംപിയർ എന്ന് കിട്ടും. നമ്മളിവിടെ IR1 ഉം IR2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ഇത് ഡിസൈൻ പ്രൊസീജിയർ ആണ്. അതിൽ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ആണ് 10 IB flows through R1 resistor and 9 IB flows through R2 resistor. ഇനി റിമൈനിങ് VR1 ഉം VR2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. VR1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വോൾട്ടേജ് അക്രോസ് R1 ആണ് VR1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഒരു പാത്ത് VCC ഉണ്ട്, ദെൻ R1 വാല്യൂ ഉണ്ട്, ഇവിടെ VB ഉണ്ട്, RE വാല്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു പാത്തിൽ കൂടെ ഉള്ള വി വിൽ റൈറ്റ് ദ KVL. അപ്പം ഇതിനകത്ത് വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VCC ആണ്. VCCയുടെ വാല്യൂ 15 ആണ്. സോ 15 ഈക്വൽ ടു എന്ത് വരും? R1 VR1 അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. VR1 പ്ലസ് എന്ത് വരും? ഇവിടെ ഒരു VBE വരും. ഓക്കെ, VBE പ്ലസ് ഡ്രോപ്പ് അക്രോസ് RE. ഡ്രോപ്പ് അക്രോസ് RE എന്ന് പറയുന്നത് 10% ഓഫ് VCC ആണ്. അതിന്റെ വാല്യൂ നമ്മൾ 1.5 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം പ്ലസ് VRE ആ വരുന്നത്. VRE വാല്യൂ നമുക്ക് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 15 ഈക്വൽ ടു VR1 ഫൈൻഡ് ഔട്ട് ചെയ്യണം, പ്ലസ് VB എന്ന് വെച്ചാൽ 0.7 ആണ്, പ്ലസ് VREയുടെ വാല്യൂ വോൾട്ടേജ് അക്രോസ് RE എന്ന് പറയുന്നത് 10% ഓഫ് VCC ആയിരുന്നു. ദാറ്റ് ഈസ് 1.5 ആണ്. ദാറ്റ് ഈസ് 1.5. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? VR1 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ VR1 ഈക്വൽ ടു 15 മൈനസ് 0.7 പ്ലസ് 1.5. ഇത് രണ്ടും അങ്ങ് പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ 15 മൈനസ് ദിസ് ടേം. സോ ദിസ് ഈസ് ഈക്വൽ ടു 12.8 വോൾട്ട് എന്ന് കിട്ടും. VR1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12.8 കിട്ടും. ഇനി നമുക്ക് VR2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ VCC R1 R2 ഇതിലേക്കുള്ള വോൾട്ടേജ് VR1 ഇതിലേക്കുള്ള വോൾട്ടേജ് VR2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? VR2 എന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് മൈനസ് VR1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് VR2 ഈക്വൽ ടു ടോട്ടൽ 15 മൈനസ് VR1 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 12.8. സോ VR2 വിൽ ബി ഈക്വൽ ടു 2.2 വോൾട്ട് എന്ന് കിട്ടും. 2.2 വോൾട്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇപ്പൊ 4 പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ VR1 ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിന്റെ വാല്യൂ 12.8 എന്ന് കിട്ടി. VR2ന്റെ വാല്യൂ 2.2 എന്ന് കിട്ടി. പിന്നെ IR1 IR2 കിട്ടി. ഇതെല്ലാം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മളുടെ R1 ഉം R2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പൊ ഈ R1 R2 ഈ വാല്യൂസ് എല്ലാം
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെല്ലാം നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ R1 equal to VR1 divided by IR1 equal to VR1 ന്റെ വാല്യൂ 12.8 divided by IR1 എന്ന് പറയുന്നത് 1.6 മില്ലി ആംപിയർ ആയിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് 8 കിലോ ഓം എന്ന് കിട്ടും. അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 8.2 കിലോ ഓം ആണ്. റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് 8.2 കിലോ ഓം ആണ്. സിമിലർലി R2 ഈക്വൽ ടു എന്ത് വരും? വെരി ഗുഡ്. VR2 ഡിവൈഡ് ബൈ IR2 എന്ന് വരും. VR2ന്റെ വാല്യൂ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. VR2 വാല്യൂ 2.2 വോൾട്ട്. സോ 2.2 ഡിവൈഡഡ് ബൈ IR2. IR2 വാല്യൂ എന്ന് പറയുന്നത് IR2 1.4 മില്ലി ആംപിയർ. സോ 1.4 മില്ലി ആംപിയർ ഇൻറ്റു 10⁻³ ആംപിയർ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 1.58 കിലോ ഓം ആണ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂ 1.5 കിലോ ഓം ആണ്. ഇവിടെ നമ്മൾ R1, R2 അതുപോലെ RC, RE റെസിസ്റ്റൻസ് വാല്യൂസ് എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഡിസൈനിലെ റെസിസ്റ്റൻസ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇമ്പിഡൻസ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കപ്പാസിറ്റൻസ് അപ്പം എക്സ് സി ഇൻ, ഓക്കെ, ഇമ്പിഡൻസ് എക്സ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് 1/10 ഓഫ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ എക്സ് സി ഔട്ട് എന്ന് പറയുന്നത് 1/10 ഓഫ് ആർ ഔട്ട് ആണ്. ഇനി എക്സ് സി ഈക്വൽ ടു 1/10 ഓഫ് ആർ ഇ ആണ്. ഇത് മൂന്നാണ് നമ്മളുടെ റിയാക്ടൻസിന്റെ ഇക്വേഷൻസ് വരുന്നത്. 1/10 ഓഫ് നമ്മൾ ആറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ ചെയ്തിട്ടായിരുന്നു. അപ്പൊ ആറിൻ എന്ന് പറയുന്നത് R1 പാരലൽ R2 പാരലൽ ആർ പൈ വാല്യൂ ആണ്. സിമിലർലി എക്സ് സി ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 1/10 ഇൻറ്റു ആർ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RC പാരലൽ RO ആണ്. ഓക്കെ, അതുപോലെ REയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് എക്സ് സി ഇൻ, എക്സ് സി ഔട്ട് ആൻഡ് എക്സ് സിയും കിട്ടും. ഇതാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ എടുക്കുന്നത് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC, VCE, RE എടുക്കും. അത് വെച്ചിട്ട് നമ്മൾ RCയും RE റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നുള്ളത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സർക്യൂട്ട് ആണ്. അത് R1, R2 നമ്മൾ പ്രീവിയസ് റോളം ചെയ്തിട്ടുണ്ട്. അതേ സെയിം പ്രൊസീജിയറിൽ R1, R2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് എടുക്കും. എന്നിട്ട് V/R ഫോമിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലാസ്റ്റ് വരുന്നത് ഇമ്പിഡൻസിന്റെ ആണ്. ഈ ഒരു കണ്ടീഷനകത്ത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെയും റിയാക്ടൻസ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഡിസൈൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇങ്ങനത്തുള്ള പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.